Hello, welcome to our video class biology. Here we are discussing the chapter molecular basis of inheritance. Okay, in previous slides we discussed that transforming principles conducted by Frederick Griffith. Okay, അപ്പോൾ അതിൻ്റെ ബേസിൽ ഫ്രെഡറിക് ഗ്രിഫ്ത്ത് കണ്ടെത്തിയ ആ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിളിൻ്റെ ബേസിൽ എന്ത് ചെയ്യാണ്, ഒരു ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ നടത്തുകയാണ്. ഏത് മെറ്റീരിയലാണ് ആ നമ്മളുടെ എസ് സ്ട്രെയിനിൽ നിന്നും ആർ സ്ട്രെയിനിലേക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ ഏത് മെറ്റീരിയലാണ് ആ ആർ സ്ട്രെയിനെ വിറുലൻ്റാക്കി മാറ്റിയെന്നുള്ളവൻ്റെ ഒരു എന്താ പറയുക ചിന്തിച്ചു നോക്കി, അതിൻ്റെ എക്സ്പെരിമെൻറ്റും കൂടെ നടത്തി നോക്കി. അപ്പോൾ അതിനെ സഹായിച്ച സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് ഓസ്വാൾഡ് ഏവറി, കോളിൻ മക്ലിയോഡ് ആൻഡ് മാക്ലിൻ മെക്കാർട്ടി. ആരൊക്കെയായിരുന്നു? ഓസ്വാൾഡ് ഏവറി, കോളിൻ മക്ലിയോഡ് ആൻഡ് മാക്ലിൻ മെക്കാർട്ടി. അവരെന്ത് ചെയ്തു? They observed that the digestion with the proteases and RNAs did not affect transformation. So the transforming principle was not a protein or RNA. ഇപ്പോൾ DNAs എന്ന് പറയുന്നത് DNA digesting enzymes ആണ്, പ്രോട്ടീനേസ് എന്ന് പറഞ്ഞെങ്കിൽ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് ആണ്, RNAs എന്ന് പറഞ്ഞപ്പോൾ ഏതായിരിക്കും? RNA ഡൈജസ്റ്റിംഗ് എൻസൈം ആണ് അല്ലേ. അപ്പോൾ ഒരു പ്രോട്ടീനും അതുപോലെ തന്നെ RNA വെച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായി എന്ത്, ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിളിൽ പങ്കെടുത്ത മെറ്റീരിയൽ പ്രോട്ടീനും അല്ല അതുപോലെ തന്നെ RNA അല്ല എന്നവർ കണ്ടെത്തി. But the digestion with the DNAs did inhibit transformation. അപ്പോൾ പക്ഷേ DNA വെച്ച് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ആ പ്രോസസ്സിൽ എന്ത് സംഭവിച്ചു? അവർക്ക് ആ DNA ആണ് ആ ട്രാൻസ്ഫോർമേഷന് കാരണമെന്ന് അവർ കണ്ടെത്തി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഡൈജഷൻ വിത്ത് DNAs did inhibit. DNA വെച്ച് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ആ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ് അവിടെ നടന്നില്ല. സോ ദേ പ്രൂവ് ദാറ്റ്, അല്ലെങ്കിൽ ദേ കൺക്ലൂഡഡ് ദാറ്റ് DNA is the genetic material. ഓക്കെ, ഞാൻ പറഞ്ഞു DNAs എന്ന് പറഞ്ഞ എൻസൈം എന്താ റെസ്പോൺസിബിൾ ഫോർ ദ ഡൈജഷൻ ആൻഡ് സെപ്പറേഷൻ ഓഫ് DNA. RNAs എന്ന് പറഞ്ഞ എൻസൈം ഏതായിരിക്കും? അത് RNAയുടെ സെപ്പറേഷന് വേണ്ടിയിട്ടുള്ളതാണ്. പ്രോട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താവും? പ്രോട്ടീൻ്റെ ഡൈജഷന് വേണ്ടിയിട്ടുള്ളതാണ്. സോ the transforming principle conducted by Frederick Griffith with the help of Streptococcus bacteria was again rechecked by Oswald Avery, Colin MacLeod and Macklin McCarthy. Okay, they purified biochemicals. Clear ആയോ? അപ്പോൾ ഇനിയും വീണ്ടും എന്ത് ചെയ്തില്ല, അതിൻ്റെ ആ ഒരു ക്ലാരിഫിക്കേഷൻ, അത് DNA തന്നെയാണോ ജനറ്റിക് മെറ്റീരിയൽ എന്ന ക്ലാരിഫിക്കേഷൻ നമുക്ക് അപ്പോഴും കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ ബേസിൽ വീണ്ടും എന്ത് ചെയ്തു? വീണ്ടും കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടന്നു. അങ്ങനെ DNA ആണോ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആൽഫ്രഡ് ഹെർഷി ആൻഡ് മാർത്ത ചേസ്, അപ്പോൾ ഈ രണ്ട് സയൻറ്റിസ്റ്റും കൂടി നടത്തിയ റേഡിയോ ആക്റ്റീവായിട്ടുള്ള ഫോസ്ഫറസും സൾഫറും ഉപയോഗിച്ചാണ് അവരെന്ത് ചെയ്ത് അവരുടെ സ്റ്റഡി നടത്തിയത്. ആരൊക്കെയായിരുന്നു? ആൽഫ്രഡ് ഹെർഷിയും അതുപോലെ തന്നെ മാർത്ത ചേസും. ഇത് നടക്കുന്നത് 1952 ഓക്കെ. അപ്പോൾ ഇതിൽ പ്രൂവ് ചെയ്തു എന്ത്, DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? പ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അവരുടെ വർക്ക് നടത്തിയത് T2 ബാക്ടീരിയോഫേജ്. ബാക്ടീരിയോഫേജ് എന്താ പറഞ്ഞാൽ എന്താ? വൈറസസ് വിച്ച് ഇൻഫെക്ട് ബാക്ടീരിയകളെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസ് ആണ് പറയുന്നത് എന്ത്? ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത്. ഓക്കെ, T2 ബാക്ടീരിയോഫേജ് ഉപയോഗിച്ചാണ് അവരുടെ എക്സ്പെരിമെൻറ്റ്സ് നടത്തിയത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ പിക്ചർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് അവരുടെ നടത്തിയ പിക്ചർ എന്ന് പറയുന്നത്. ഹെർഷി ആൻഡ് ചേസ് എന്ത് ചെയ്തു? ഗ്രൂ വൈറസസ് ഇൻ എ കൾച്ചർ മീഡിയം കണ്ടെയ്നിങ് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഉള്ളതും അതുപോലെ തന്നെ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് സൾഫറും, അങ്ങനെ രണ്ട് മീഡിയത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? അവരെ ബാക്ടീരിയോഫേജിനെ വളർത്തിയെടുത്തു. അപ്പോൾ അവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഫോസ്ഫറസ് ആണെങ്കിൽ അത് 30p32, അതുപോലെ തന്നെ സൾഫർ എന്ന് പറയുന്നത് S35 ആ മീഡിയത്തിൽ വെച്ചാണ് വളർത്തിയെടുത്തത്. എന്നിട്ട് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൈറസസിനെ നമ്മൾ കോള എന്നുള്ള ബാക്ടീരിയനെ ആക്രമിക്കാൻ കോളയുള്ള മീഡിയത്തിലേക്ക് വിട്ടുകൊടുത്തു. ഓക്കെ, അങ്ങനെ എന്ത് സംഭവിച്ചപ്പോൾ ദ വൈറസസ് വെർ ദെൻ സെപ്പറേറ്റഡ് ഫ്രം ദ ബാക്ടീരിയൽ സെൽ ബൈ സെൻട്രിഫ്യൂഗേഷൻ. ദ ബാക്ടീരിയ എന്ത് ചെയ്തു? നമ്മളെ ഒരു ആദ്യം നമ്മൾ വൈറസിനെ വളർത്തിയെടുത്തു, അല്ലെങ്കിൽ ബാക്ടീരിയോഫേജിനെ വളർത്തിയെടുത്തു ഇല്ലേ? ആ വൈറസിനെ വളർത്തിയെടുത്ത ആ ബാക്ടീരിയോഫേജുകളെ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? ആദ്യം ഹെർഷി ആൻഡ് ചേസ് എന്ന് പറയുന്നത് എക്സ്പെരിമെൻറ്റ് നടത്തിയത് ബാക്ടീരിയോഫേജുകളാന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ ആ ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞാൽ എന്താ? വൈറസസ്, ബാക്ടീരിയകളെ ആക്രമിക്കുന്ന വൈറസുകളാണ് എന്ത്? ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത് അല്ലേ. ആ ബാക്ടീരിയോഫേജുകൾ വളർത്തിയെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? കോള എന്ന് പറഞ്ഞൊരു ബാക്ടീരിയയാണ്, നമുക്കറിയാം. കരേക്കോള എന്ന് പറഞ്ഞാൽ ആ കോളയുള്ള മീഡിയത്തിലേക്ക് കടത്തിവിട്ടു. അങ്ങനെ കടത്തിവിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ബാക്ടീരിയോഫേജ് എന്ത് ചെയ്തു? ആ കോളയെ ഇൻഫെക്റ്റ് ചെയ്തു. അങ്ങനെ ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയനെ നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ പ്രോസസ്സ് വഴിയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ദ ബാക്ടീരിയ ഇൻഫെക്റ്റഡ് വിത്ത് വൈറസസ് having radioactive DNA were found to be radioactive, indicating that
DNA had been injected into the bacterial cell, while those infected with radioactive protein were not radioactive. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പെരിമെന്റ് കൺക്ലൂഷൻ നമ്മൾ പറഞ്ഞത് അല്ലേ. ഇപ്പോൾ നോക്കൂ, ഈ ബാക്ടീരിയഫേജ് വന്നു, ഈ ബാക്ടീരിയഫേജ് വന്നിട്ട് നോക്കിയത് ഇതിനെ അറ്റാക്ക് ചെയ്തു അല്ലേ. അപ്പോൾ ഇതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇതിനെ തന്നെ സെൻട്രിഫ്യൂഗേഷൻ നടത്തി. അങ്ങനെ സെൻട്രിഫ്യൂഗേഷൻ നടത്തിയപ്പോൾ എന്ത് കിട്ടി, നോ റേഡിയോ ആക്റ്റീവ്. ഇവിടെ റേഡിയോ ആ സെൽസിൻ്റെ അകത്ത്, ഈ ഈക്വൽ സെൽസിൻ്റെ അകത്ത് നമുക്ക് എന്ത് കിട്ടിയില്ല, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ സെൽസിൻ്റെ ഉള്ളിൽ എന്ത് കിട്ടിയില്ല, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ നമുക്ക് കിട്ടിയില്ല. ഇവിടെ പകരം എന്ത് കിട്ടി, റേഡിയോ ആക്റ്റീവ് ഡിറ്റക്റ്റഡ് സൂപ്പർ നാറ്റന്റ്. ആ സൂപ്പർ നാറ്റന്റിലാണ് എന്ത് കിട്ടിയത്, റേഡിയോ ആക്റ്റീവ് കിട്ടിയത്. ഇവിടെ നോക്കി നോക്കും, ഇൻഫെക്ഷൻ നടന്നു, ബ്ലണ്ടിങ് നടന്നു, സെൻട്രിഫിക്കേഷൻ നടത്തി. അങ്ങനെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഫോസ്ഫറസ് എവിടെ കണ്ടെത്തി, സെൽസിൽ കണ്ടെത്തി. പക്ഷെ സൂപ്പർ നാറ്റന്റിൽ എന്ത് കണ്ടെത്തിയില്ല, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എന്താ പറയുക, റേഡിയോ ആക്റ്റീവായിട്ട് കണ്ടെത്തിയില്ല. അപ്പോൾ ഏത് മെറ്റീരിയലാണോ ഉള്ളിൽ കിടന്ന് ആ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഏതായിരിക്കും, അത് DNA ആണെന്ന് കണ്ടെത്തി. അപ്പോൾ എന്താ കണ്ടെത്തി, ദ ബാക്ടീരിയ ഇൻഫെക്റ്റഡ് വിത്ത് വൈറസസ് ഹാവിങ് റേഡിയോ ആക്റ്റീവ് DNA. അങ്ങനെ വൈറസിനെ ഇൻഫെക്റ്റ് ചെയ്ത് ആ സെല്ലിൻ്റെ അകത്തേക്ക് കടത്തി വിട്ടുവെങ്കിൽ ആ മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്, DNA ആണെന്ന് അവർ കണ്ടെത്തി. ഓക്കെ, വിത്ത് റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻ ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നില്ല, അവിടെ റേഡിയോ ആക്റ്റീവ്നെസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ദിസ് എക്സ്പെരിമെന്റ് ഗീവ്സ് ക്ലിയർ എവിഡൻസ് ദാറ്റ് DNA ഇസ് ദ ജനറ്റിക് മെറ്റീരിയൽ. അങ്ങനെ നമുക്ക് എന്ത് ഉറപ്പായി, DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് കണ്ടെത്തി. ജനറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ ആ സൂപ്പർ നാറ്റന്റിലേക്ക് എടുക്കുമോ, ഇല്ല. എന്ത് സംഭവിക്കും, ആ സെല്ലിൻ്റെ അകത്തേക്ക് പോകും അല്ലേ. ഇവിടെയാണെങ്കിൽ എന്ത് സംഭവിച്ചു, ആ സെല്ലിൻ്റെ അകത്തേക്ക് പോകില്ല, സൂപ്പർ നാറ്റന്റിലായിരുന്നു. ഇവിടെ എന്ത് സംഭവിച്ചു, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഫോസ്ഫറസ് എന്ത് ചെയ്യും, ആഡിറ്റ് സെല്ലിൻ്റെ അകത്ത് കണ്ടെത്തി. അപ്പോൾ ഈ ജനറ്റിക് മെറ്റീരിയലിൻ്റെ ഉള്ളിലേക്ക് എത്തിയെന്നാണ് അർത്ഥം. ക്ലിയർ ആയോ? അപ്പോൾ എന്ത് ചെയ്തു, രണ്ട് കൾച്ചർ മെറ്റീരിയൽ വളർത്തിയെടുത്ത മെറ്റീരിയലിനെ നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് സൾഫറിലും ഒന്ന് ഫോസ്ഫേറ്റിലും വളർത്തിയെടുത്തതിന് നമ്മൾ എന്ത് ചെയ്തു, ബാക്ടീരിയ ഇൻഫെക്റ്റ് ചെയ്യാൻ വിട്ട് കൊടുത്തു. അങ്ങനെ ഇൻഫെക്റ്റ് ചെയ്ത അതിൻ്റെ സെല്ലുകൾ നമ്മൾ എന്ത് ചെയ്തു, സെൻട്രിഫിക്കേഷൻ നടത്തി പരിശോധിച്ചു. അപ്പോൾ സെല്ലിൻ്റെ അകത്ത് കാണുന്ന മെറ്റീരിയലാണ് DNA എന്നും ആ പുറമേ കാണുന്നത് എന്താണ്, സൂപ്പർ നെഗറ്റീവ് അല്ല, അതിലെന്തില്ല പ്രോട്ടീൻ മെറ്റീരിയൽ ആയിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് ആര് പ്രൂവ് ചെയ്തു? അപ്പോൾ നമ്മൾ ഫ്രെഡറിക് ഗിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തതാണ് അല്ലേ. ഫ്രെഡറിക് ഗിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് എവറി മെക്ലിയോഡൊക്കെ അത് വീണ്ടും സ്റ്റഡി ചെയ്ത് പിന്നെയാണ് ആര്, ഹെർഷിയും ചേസും കൂടെ തിരിച്ചറിഞ്ഞത് DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് തിരിച്ചറിഞ്ഞു. ഓക്കെ, അങ്ങനെ ആ ഒരു ജനറ്റിക് മെറ്റീരിയൽ ആണെന്ന് നമ്മളെ ഹെർഷിയും ചേസും കൂടി തിരിച്ചു അറിഞ്ഞു. ഓക്കെ, അപ്പോൾ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ഓർഗാനിസം ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, DNA ആണ്. പക്ഷേ RNA എന്ന് പറഞ്ഞത് എന്ത് തന്നെയാണ്, ജനറ്റിക് മെറ്റീരിയൽ തന്നെയാണ്. പക്ഷേ RNA എന്ന് പറയുന്നത് നമ്മളെ ടൊബാക്കോ മൊസൈക്ക് വൈറസ്, അതുപോലെ തന്നെ നമ്മളുടെ ബാക്ടീരിയോഫേജുകൾ അല്ലേ, അവരുടെയൊക്കെയാണ് എന്ത് ജനറ്റിക് മെറ്റീരിയൽ RNA. ബാക്കിയുള്ളവരുടെയൊക്കെ എന്തായിരിക്കും ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മളുടെ DNA ആയിരിക്കും. അപ്പോൾ ഏത് തരം RNA ആയാലും DNA ആയാലും ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞു റെപ്ലിക്കേഷനുള്ള കഴിവ് വേണം. റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മേക്ക് ദെയർ ഓൺ കോപ്പി മാത്രമല്ല, കെമിക്കലിയും അതുപോലെ തന്നെ സ്ട്രക്ചറിലും എന്ത് വേണം, സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ മ്യൂട്ടേഷൻസ് അല്ലേ, നമുക്കറിയാം സഡൻ ആയിട്ടുള്ള ഹെറിറ്റബിൾ ചേഞ്ച് ആണ് എന്ത് പറയുന്നത്, മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ മ്യൂട്ടേഷൻസിന് വിധേയമാകേണ്ടതാണ്. പിന്നെ മാത്രമല്ല മെൻഡേലിയൻ ക്യാരക്ടേഴ്സ് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്, മെൻഡേലിയൻ ക്യാരക്ടേഴ്സ് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കണം എന്ത്, നമ്മളുടെ ജനറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിൽ കണ്ടെത്തി RNA എന്ന് പറയുന്നത് ഭയങ്കര റിയാക്റ്റീവ്, വളരെയധികം റിയാക്റ്റീവാണ്. പക്ഷേ DNA എന്ന് പറയുന്നത് എന്താണ്, ലെസ് റിയാക്റ്റീവാണ്. പക്ഷേ എന്താണ്, DNAക്ക് സ്റ്റെബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ജനറ്റിക് പ്രോസസ്സിന് ഏറ്റവും എഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് DNA ആണെന്ന് കണ്ടെത്തി. DNA എന്ന് പറയുന്നത് എന്താണ്, ലെസ് റിയാക്റ്റീവ് ആയാലും എന്താണ്, മോർ സ്റ്റേബിൾ ആണെന്ന് കണ്ടെത്തി. അപ്പോൾ അവർ തിരിച്ചറിഞ്ഞു എന്ത്, DNA എന്ന് പറയുന്നത് ഒരു ജനറ്റിക് മെറ്റീരിയൽ ആണ്, മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ജനറ്റിക് മെറ്റീരിയൽ കണ്ടെത്തി. പക്ഷേ അതിവിടെ കുറേ കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. RNA നിന്ന് DNA ആണോ, DNA നിന്ന് RNA ആണോ എന്നുള്ള കുറേ കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടായിരുന്നു. RNA ആയാലും അതിന് എന്നുള്ള കഴിവുണ്ട്, മെറ്റാബോളിസത്തിനും അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ, സ്പ്ലൈസിങ്, അതിനെല്ലാം കഴിവ് എന്തുണ്ട്, RNAക്ക് ആയാലും ഉണ്ട്. ക്ലിയർ ആയോ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ? ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു എന്ത്, റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു. റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അത് അതിൻ്റെ തന്നെ കോപ്പി പ്രൊഡ്യൂസ് ചെയ്യുക. അതിനെ പറഞ്ഞ പേരാണ് എന്ത്, റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം നമ്മളെ 1953 നമ്മുടെ വാട്സണും ക്രിക്കും ചേർന്നിട്ടാണ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA കണ്ടെത്തിയത് അല്ലേ. അവർ തന്നെ പ്രപ്പോസ് ചെയ്തത് തന്നെയാണ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. റെപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ദേ പ്രൊഡ്യൂസ് ദെയർ ഓൺ കോപ്പി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് എങ്ങനെ റെപ്ലിക്കേഷൻ എങ്ങനെ നടക്കണു എന്നുള്ളതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പൊക്കെ വേറെ കുറച്ച് സയൻറ്റിസ്റ്റും ചെയ്ത്, മീസെൽസൺ സ്റ്റോളും മാത്യു മീസെൽസൺ ആൻഡ് ഫ്രാങ്ക്ലിൻ സ്റ്റോൾ എന്ന് പറഞ്ഞ രണ്ട് സയൻറ്റിസ്റ്റുകളാണ് അതിൻ്റെ എക്സ്പെരിമെൻറ്റ് കണ്ടെത്തിയത്. മീസെൽസൺ സ്റ്റോളും അതുപോലെ തന്നെ ഫ്രാങ്ക്ലിൻ മീസെൽസൺ ആൻഡ് സ്റ്റോൾ. ഓക്കെ, ചുരുക്കി അങ്ങനെ പറയും, മീസെൽസൺ ആൻഡ് സ്റ്റോൾ, മാത്യു മീസെൽസണും അതുപോലെ തന്നെ ഫ്രാങ്ക്ലിൻ സ്റ്റോളും അവർ കണ്ടെത്തിയത് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷനാണ് DNA. DNAക്ക് എന്താണ് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ.
സെമി എന്ന് പറയുന്നത് എന്താ, ഹാഫ് പോർഷൻ അല്ലേ. കൺസർവേറ്റീവ് എന്ന് പറയുന്നത് സംരക്ഷിക്കുക. അപ്പോൾ 2 DNA സ്ട്രാൻഡ് ഉണ്ടെങ്കിൽ അതിൽ ഒരു DNA സ്ട്രാൻഡ് എന്തായിരിക്കും, ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആയിട്ട് ആയിരിക്കും. ഞാനൊരു ഫിഗർ കാണിച്ചു തരാം, അപ്പോൾ ക്ലിയർ ആവും. മറ്റേ സ്റ്റാൻഡ് എന്താവും, അതിൻ്റെ കോംപ്ലിമെൻ്ററി സ്റ്റാൻഡ് ആണെന്ന്. ഓക്കെ, അപ്പോൾ അവരുടെ വർക്ക് നടത്തിയത് നമ്മളുടെ നൈട്രജൻ ഉപയോഗിച്ചിട്ടാണ്. റേഡിയോ ആക്റ്റീവായിട്ടുള്ള നൈട്രജൻസ് ഉപയോഗിച്ചിട്ടൊക്കെയാണ് അവരുടെ വർക്കുകൾ കണ്ടെത്തിയത്. അവർ അതിനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിച്ച സൊല്യൂഷൻ എന്ന് പറയുന്നത് സീഷ്യം ക്ലോറൈഡ് ആണ് അല്ലേ. ഇനി നമുക്ക് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഇല്ലേ, ആ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിനെ പറയുന്നത് റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന്. റെപ്ലിക്കേഷൻ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിനെ പറയുന്നത് റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന്. ഈ റെപ്ലിക്കേഷന് ഒരുപാട് എൻസൈംസ് വേണം, DNA പോളിമറേസ് വേണം, DNA ലിഗേസ് വേണം. ഓക്കെ, പിന്നെ അതിൽ കാണുന്ന കുറച്ച് സെഗ്മെന്റ്സുകളുണ്ട്, ഒക്കാസാക്കി സെഗ്മെന്റ്സ്. ഞാൻ പറയുന്നത് എന്താണെന്ന്, DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താ, അത് അതിൻ്റെ കോപ്പി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക, അതിനെ പറയുന്നത് DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ DNAക്ക് 2 സ്റ്റാൻഡ് പറഞ്ഞു. ആ സ്റ്റാൻഡ് പറയുന്നത് ഒന്ന് ടെംപ്ലേറ്റ് സ്ട്രാൻഡും ഒന്ന് എന്താണ്, കോംപ്ലിമെന്ററി സ്ട്രാൻഡുമാണ്. പിന്നെ DNAയുടെ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സെമി കൺസർവേറ്റീവ് ആണ്. മാത്യു മീസൽസ് ആൻഡ് ഫ്രാങ്ക്ലിൻ സ്റ്റോൾ എന്ന സയന്റിസ്റ്റുകളാണ് കണ്ടെത്തിയത് പറഞ്ഞു. നൈട്രജന്റെ ബേസിലാണ് അവർ തിരിച്ചറിഞ്ഞത് പറഞ്ഞു. അതിന് അവർ സെൻട്രിഫിക്കേഷൻ നടത്താൻ വേണ്ടി ഉപയോഗിച്ച ആ ലിക്വിഡാണ് എന്ത്, സീഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്കറിയാം നമ്മുടെ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിലുള്ള ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റാണ് റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറയുന്നത്. പിന്നെ DNAയുടെ ആ എൻസൈംസിലെ ആ എൻസൈംസ്, DNA റെപ്ലിക്കേഷൻ സാധിക്കുന്ന എൻസൈംസ് എന്ന് പറയുന്നത് DNA പോളിമറേസും അതുപോലെ തന്നെ DNA ലിഗേസുമാണ്. പിന്നെ അതിൽ ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ് എന്ന് പറയാം. ഇപ്പോൾ നോക്കി നോക്കൂ, ഇതാണ് നമ്മളുടെ DNAയുടെ ഡബിൾ സ്റ്റാൻഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിന് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആക്കണം. DNAയുടെ ഡബിൾ സ്റ്റാൻഡ് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആക്കുക. അപ്പോൾ നമ്മൾ റബ്ബർ ബാൻഡ് പിടിച്ച് വലിക്കുമ്പോൾ നമ്മളിങ്ങനെ ആ ഒരു ചരടാണ് പിടിച്ച് വലിക്കുന്നത്, നമുക്ക് മേലേക്ക് മുറുകി വരുന്ന പോലെ തോന്നും അല്ലെ. ഇപ്പൊ താഴെ അഴഞ്ഞ് വരുമ്പോൾ മേലെ എന്ത് ചെയ്യും, അത് മുറുകി വരും അല്ലെ. അങ്ങനെയല്ലേ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം DNA നിന്ന് എന്തുണ്ടാവും, റെപ്ലിക്കേഷനിൽ മൂലം DNA തന്നെ ഫോം ചെയ്യും. എന്നിട്ട് DNA നിന്ന് ട്രാൻസ്ക്രിപ്ഷൻ വഴിയാണ് RNA ഫോം ചെയ്യുക. RNAയിൽ നിന്ന് പ്രോട്ടീൻ ഫോം ചെയ്യുക. അങ്ങനെ RNA നിന്ന് പ്രോട്ടീൻ ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്നത് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. നോക്കൂ, ഇതാണ് നമ്മുടെ DNAയുടെ 2 സ്റ്റാൻഡ്. ഒന്ന് 5' ഡയറക്ഷനായിരിക്കും, അടുത്ത സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഏതായിരിക്കും, 3' ഡയറക്ഷൻ. 3' 5' അല്ലേ. ഒന്ന് നോക്കൂ, 5' 3' അടുത്തെന്ന് പറഞ്ഞാൽ എങ്ങനെയാ, 3' 5' അല്ലേ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ ടെംപ്ലേറ്റ് സ്റ്റാൻഡ്, DNA സ്റ്റാൻഡ് അല്ലെങ്കിൽ പാരന്റൽ സ്റ്റാൻഡ് പറയുന്നത് ടെംപ്ലേറ്റ് സ്റ്റാൻഡ്. ഓക്കെ, ഇപ്പം ഇവിടെ എന്താ പുതിയത് ഫോം ചെയ്യുന്ന സ്റ്റാൻഡാണ് അല്ലേ. അപ്പോൾ അത് ഇതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് ഫോം ചെയ്യുന്ന സ്റ്റാൻഡാണ്. അപ്പോൾ ആദ്യത്തെ പാരന്റൽ സ്റ്റാൻഡ് ഉണ്ട്, അത് നമ്മൾ ടെംപ്ലേറ്റ് DNA എന്ന് പറഞ്ഞു. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ 3' ഇവിടെ അല്ലേ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് 5' 3' പൊസിഷനിലാണ് അല്ലേ. 5' എപ്പോഴും ഒരു പുതിയ സ്ട്രാൻഡ് ഉണ്ടാവുക 5' 3' ആ ഇതിലാണ് ഇത് പുതിയൊരു സ്ട്രാൻഡ് ഉണ്ടാവുക. ഇവിടെ നോക്കി ഇത് ഇവിടുത്തെ DNA ബേസ് പേരുണ്ട് നേരെ കോംപ്ലിമെൻ്ററി ആയിട്ട്. ഇവിടെ കോംപ്ലിമെൻ്ററി എന്നുണ്ടെങ്കിൽ ഇവിടെ A ആണെങ്കിൽ ഇവിടെ എന്ത് ഫോം ചെയ്യും, A ആണെങ്കിൽ ഇവിടെ ആര് ഫോം ചെയ്യുക, DNA അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ഫോം ചെയ്യുക, A ആണെങ്കിൽ അവിടെ ആര് ഫോം ചെയ്യും, T, C ആണെങ്കിൽ G അല്ലെ. അങ്ങനെ ഫോം ചെയ്യും. ഇവിടെ ന്യൂ സ്റ്റാൻഡ് സിന്തസൈസ് ചെയ്ത് ഒരൊറ്റ സ്ട്രെസ്സിൽ അല്ലെ, ഒരൊറ്റ ഒന്നായിട്ട് ഫോം ചെയ്തേക്കാണ്. പക്ഷെ ഇവിടെ നോക്കിയേ, ആ ന്യൂ സ്ട്രാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്, കഷ്ണമായിട്ടാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു കഷ്ണമാക്കി ഉണ്ടാക്കുന്ന DNA സ്ട്രാൻഡുകൾ പറഞ്ഞ പേരാണത് ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ്. ഇതെന്ന് പറയാം അതിനെ ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ്. ഞാൻ നേരത്തെ നിങ്ങളോട് ആ സ്ലൈഡ് എഴുതി കാണിച്ച് പറഞ്ഞത് ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ് എന്ന് പറഞ്ഞു ഇല്ലേ. ഇതിൽ കിട്ടുന്ന ഈ ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സുകളൊക്കെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈമാണ് എന്ന് പറയുന്നത് DNA ലിഗേസ്. അങ്ങനെ ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സുകളെ കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന എൻസൈമാണ് എന്ത്, DNA ലിഗേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, ഒന്നുകൂടി ആ പിക്ചർ നോക്കാം. ഇപ്പോൾ ഈ DNA സ്ട്രാൻഡിൻ്റെ ഈ ഒരു പോർഷനിൽ റെപ്ലിക്കേഷൻ നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം, DNA റെപ്ലിക്കേഷൻ ഫോർക്ക് ഫോം ചെയ്യും അല്ലേ. ആ ഫോർക്ക് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബബിൾ പോലെ അവിടെ നിന്നാണ് അത് അവിടെ നിന്ന് അൺവൈൻഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ മേലത്തെ പോർഷനിലേക്ക് എന്ത് ചെയ്യും, അത് കൂടി വൈൻഡിങ് കൂടി വരും അല്ലേ. അപ്പോൾ DNA പോളിമറേസിൻ്റെ സഹായത്തിൽ ജസ്റ്റ് അതിൻ്റെ കോപ്പി തന്നെ ഫോം ചെയ്യാണ്. അതിൻ്റെ കോപ്പി തന്നെ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എന്ത് ചെയ്യും, അതിൻ്റെ തന്നെ ആ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള സ്ട്രാൻഡുകളിലൂടെ ഫോം ചെയ്യാണ്. ഒന്നുകിൽ അതെങ്ങനെയാവാം, ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡ് കണ്ടിന്യൂസ് ആവും, അതല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രാൻഡ്സിലെ ഓരോ പോർഷനും പറഞ്ഞ പേര് ഒക്കോസാക്കി ഫ്രാഗ്മെന്റ്സ് എന്നാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, DNA ലിഗേസ് എന്ന എൻസൈം വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടി ചേർക്കാം. ക്ലിയർ ആയോ? ഈ DNA പോളിമറൈസ് എന്ന് പറഞ്ഞ എൻസൈം 3 തരത്തിലുണ്ട്. DNA പോളിമറൈസ് 1, DNA പോളിമറൈസ് 2, DNA പോളിമറൈസ് 3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ DNA പോളിമറൈസ് 3 ആണ് റെപ്ലിക്കേഷൻ സഹായിക്കുന്ന പോളിമറൈസ് എന്ന് പറയുന്നത്. DNA പോളിമറൈസ് 3 ആണ് റെപ്ലിക്കേഷൻ സഹായിക്കുന്നത് പറയുന്നത് DNA പോളിമറൈസ് 3 ആണ്. പക്ഷെ 1നും 2നും എന്തുണ്ട്, അതിൻ്റെതായ ഫംഗ്ഷൻസ്, റെപ്ലിക്കേഷനിൽ അതിൻ്റെതായ ഫംഗ്ഷൻസ് ആർക്കുണ്ട്, DNA പോളിമറൈസ് 1നും 2നും ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ആരാണ്, DNA പോളിമറൈസ് 3 ആണ് അതിനെ സഹായിക്കുന്നത്. ക്ലിയർ?
ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. അതായത് നമ്മൾ എന്ത് പറഞ്ഞു, DNA നിന്ന് RNA ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. കോപ്പിയിങ് ജനറ്റിക് ഇൻഫർമേഷൻ ഫ്രം DNA to RNA, ദാറ്റ് ഇസ് നോൺ ആസ് ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ ഈ ട്രാൻസ്ക്രിപ്ഷൻ നടക്കണമെങ്കിൽ അതിന് പ്രൊമോട്ടർ വേണം. ഓക്കെ, ഒരു സ്ട്രക്ചറൽ ജീൻ വേണം, പിന്നെ ടെർമിനേറ്റർ ആണ്. പ്രൊമോട്ടർ എങ്ങനെയായിരിക്കും ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ, പിന്നെ ഏത് ജീനാണോ അതാണ് സ്ട്രക്ചറൽ ജീൻ എന്ന് പറയുന്നത്. പിന്നെ എന്ത് വേണം, ടെർമിനേറ്റർ, ആ പ്രോസസ്സാണ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്, ടെർമിനേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളൊരു ജീനിൻ്റെ ഏറ്റവും ജീൻ നമുക്കറിയാം എന്ത്, ഇൻഹെറിറ്റൻസിൻ്റെ ഏറ്റവും ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ, ഇൻഹെറിറ്റൻസിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ജീനാണ് അല്ലേ. അപ്പോൾ ആ DNA കോഡിങ് ആയിട്ടുള്ള നമ്മൾ സിസ്ട്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിപെപ്റ്റൈഡിനെ കോഡ് ചെയ്യുന്ന, DNA പോളിപെപ്റ്റൈഡിനെ കോഡ് ചെയ്യുന്ന പോർഷനാണ് എന്ത്, സിസ്ട്രോൺ. DNA പോളിപെപ്റ്റൈഡിനെ കോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷണൽ യൂണിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്ത്, ഈ സിസ്ട്രോൺ എന്ന് പറയുന്നത്. പ്രൊകാരിയോട്ടിക്സിൻ്റെ കേസിൽ അത് പോളിസിസ്ട്രോൺ ആണ്. പോളി എന്ന് പറഞ്ഞ അർത്ഥം ഒരുപാടുണ്ടാവും. പക്ഷേ യൂക്കാരിയോട്ടിൻ്റെ കേസിൽ അത് എന്താണ്, മോണോസിസ്ട്രോൺ. സോ പ്രൊകാരിയോട്ടിക്കിൽ പോളിസിസ്ട്രോണും യൂക്കാരിയോട്ടിൽ എന്താണ്, മോണോസിസ്ട്രോണും. സിസ്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താ, സ്ട്രക്ചറൽ ജീനിൻ്റെ ട്രാൻസ്ക്രിപ്ഷണൽ യൂണിറ്റ്, അതായത് സ്ട്രക്ചറൽ ജീനാണ് എന്ന് പറയുന്നത് സിസ്ട്രോൺ എന്ന് പറയുന്നത്. ഈ സിസ്ട്രോണിൻ്റെ അകത്ത് എക്സോൺസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇൻട്രോൺസ് ഉണ്ടായിരിക്കും. അതിലെ കോഡിംഗ് ആയിട്ടുള്ള സീക്വൻസുകളാണ് എക്സോൺസ് എന്ന് പറയുന്നത്. നോൺ കോഡിംഗ് ആയിട്ടുള്ള സീക്വൻസുകളാണ് ഇൻട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്താ, കോപ്പി ജനറ്റിക് ഇൻഫർമേഷനെ കോപ്പി ചെയ്യുന്ന പ്രോസസ്സാണ്. DNA നിന്ന് RNA ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതിൽ പ്രൊമോട്ടർ ഉണ്ട്, സ്ട്രക്ചറൽ ജീൻ ഉണ്ട്, ടെർമിനേറ്റർ ഉണ്ട്. പിന്നെ മാത്രമല്ല സിസ്ട്രോ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആണ്. പ്രോകാരിയോട്ടിക്കിൻ്റെ കേസിലാണെങ്കിൽ അത് പോളിസിസ്ട്രോൺ എന്ന് പറഞ്ഞു. യൂക്കാരിയോട്ടിക്കിൻ്റെ കേസിലാണെങ്കിൽ അത് മോണോസിസ്ട്രോൺ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സിസ്ട്രോൺ എന്ന് പറഞ്ഞാൽ ബോത്ത് എക്സോൺസ് ആണ് ഇൻട്രോൺസ് ആണ്. എക്സോൺ എന്ന് പറഞ്ഞെങ്കിൽ കോഡിംഗ് സീക്വൻസും, അതുപോലെ തന്നെ ഇൻട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, നോൺ കോഡിംഗ് ആയിട്ടുള്ള സീക്വൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ഇൻട്രോൺ എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു DNA സ്ട്രാൻഡാണ്. ഓക്കെ, ഒരു 5'3' ഡയറക്ഷനുള്ള 2 സ്ട്രാൻഡുകൾ അല്ലേ. ഇത് അതിൻ്റെ ടെംപ്ലേറ്റ് സ്ട്രാൻഡാണ്, ഇത് അതിൻ്റെ കോഡിംഗ് സ്ട്രാൻഡാണ്. ഇവിടെ ഒരു പ്രൊമോട്ടർ സീക്വൻസ് ഉണ്ട്. പ്രൊമോട്ടർ എന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും, അവിടെയാണ് ട്രാൻസ്ക്രിപ്ഷനുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ട്രക്ചറൽ ജീൻ എന്ന് പറയുന്നത്. അപ്പോൾ ടെർമിനേഷൻ എന്നുള്ള ഒരു സിഗ്നൽ എപ്പോഴും കിട്ടുന്നു അവിടെ എന്ത് ചെയ്യും, ആ പ്രോസസ്സ് അവിടെ നിൽക്കും. ഇനി നമുക്ക് ആദ്യം നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ ഇൻ ബാക്ടീരിയയുടെ കേസിലെ ട്രാൻസ്ക്രിപ്ഷൻ ആണ് നമ്മൾ ആദ്യം സ്റ്റഡി ചെയ്യുന്നത്. ബാക്ടീരിയയുടെ കേസിലെ ട്രാൻസ്ക്രിപ്ഷൻ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. അപ്പോൾ ഈ ട്രാൻസ്ക്രിപ്ഷന് മെയിനായിട്ട് 3 സ്റ്റെപ്സ് ആണുള്ളത്. ബാക്ടീരിയ ആയാലും പ്രൊകാരിയോട്ടിക് ആയാലും യൂക്കാരിയോട്ടിക് ആയാലും ട്രാൻസ്ക്രിപ്ഷൻ ആണെങ്കിൽ 3 സ്റ്റെപ്പ്: ഇനീഷ്യേഷൻ, എലോങ്ങേഷൻ, ടെർമിനേഷൻ. ഏതൊക്കെയായിരുന്നു? ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. ക്ലിയർ ആയോ? ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനീഷ്യേഷൻ എന്നുള്ള പ്രോസസ്സിലെ സിഗ്മ ഫാക്ടർ അത് നോക്കി നോക്കൂ. ഇവിടെ എവിടെയാണോ ട്രാൻസ്ക്രിപ്ഷൻ നടക്കേണ്ടത് ആ ട്രാൻസ്ക്രിപ്ഷൻ നടക്കേണ്ട ഒരു എന്താ പറയുക, ഒരു പർട്ടിക്കുലർ ഏരിയ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ RNA പോളിമറേസ് എന്ന് പറഞ്ഞ എൻസൈം ആണ് എന്ത് സഹായിക്കുക, ട്രാൻസ്ക്രിപ്ഷനെ സഹായിക്കുന്നത്. ഈ ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ് ഇവിടെ? RNA പോളിമറേസ് എന്ന് പറഞ്ഞ എൻസൈം. ഓക്കെ, അപ്പോൾ DNA നിന്ന് ഉണ്ടാവേണ്ട മെറ്റീരിയൽ ഏതാ? RNA അല്ലേ. അപ്പോൾ RNA ഉണ്ടാവണമെങ്കിൽ അവിടുത്തെ എൻസൈം എന്ന് പറയുന്നത് RNA പോളിമറേസ് എന്ന് പറഞ്ഞ എൻസൈം. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ എവിടെയാണോ നടക്കേണ്ടത് അവിടെ ആര് ഒന്ന് അറ്റാച്ച് ചെയ്യും? RNA പോളിമറേസ് ഒന്ന് അറ്റാച്ച് ചെയ്യും. ഓക്കെ, അങ്ങനെ RNA പോളിമറേസ് ആ DNA വന്ന് അറ്റാച്ച് ചെയ്യുന്നത് വിത്ത് ഹെൽപ്പ് ഓഫ് സിഗ്മ ഫാക്ടർ. അങ്ങനെ ആ ട്രാൻസ്ക്രിപ്ഷൻ റെക്കഗ്നീഷനായിട്ടുള്ള ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് എന്ത്? സിഗ്മ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ സിഗ്മ ഫാക്ടർ നമുക്ക് എന്ത് പറയാം? ഇനീഷ്യേഷൻ ഫാക്ടർ എന്നും കൂടെ പറയാം. ഓക്കെ, അപ്പോൾ ആ ഇനീഷ്യേഷൻ ഫാക്ടറിന്റെ സഹായത്തോടെ പ്രൊമോട്ടർ സീക്വൻസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യും? നമ്മുടെ RNA പോളിമറേസ് എന്ത് ചെയ്യും? അവിടെ വന്ന് അറ്റാച്ച് ചെയ്യും. ആ DNA ആ പ്രൊമോട്ടർ റീജിയനിൽ സിഗ്മ ഫാക്ടറിന്റെ സഹായത്തോടെ RNA പോളിമറേസ് വന്ന് അറ്റാച്ച്ഡ് ആയി. കണ്ടുവോ? ഇനി എന്താവുന്നത്? ഈ RNA പോളിമറേസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. സിഗ്മ ഫാക്ടറുമായിട്ട് ഈ RNA പോളിമറേസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ആ മൂവ് ചെയ്യണ വഴി മുഴുവൻ എന്താണ്? ആ DNA എന്ത് ചെയ്യണം? അൺവൈൻഡ് ചെയ്യണം. അപ്പോൾ അതിനെ കോംപ്ലിമെൻ്ററി ആയിട്ട് എന്ത് ഫോം ചെയ്തുകൊണ്ടിരിക്കും? അതിൽ നിന്ന് RNA ഉണ്ടായിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ RNA എന്ന് പറഞ്ഞെങ്കിൽ ടൈമിന് പകരം ആര് വരും? യുറാസിൽ വരും. അങ്ങനെ അവിടെ ഒരു RNA ഫോം ചെയ്യും. എപ്പോഴാണോ അപ്പോൾ നമുക്ക് ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ മതിയോ? ഇല്ല. അവിടെ എന്ത് വേണം? അവിടെ ആ പ്രോസസ്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്യാനുള്ള പ്രോസസ്സല്ല, അതെന്ത് ചെയ്യണം? അവിടെ നിൽക്കണം. അപ്പോൾ എവിടെയാണോ റോ ഫാക്ടർ അല്ലേ, when the elongated RNA chain is about 10 base long, the sigma factor dissociates from the core enzyme and is available to bind to free core enzyme to initiate new rounds of transcription. The rho factor associated with RNA polymerase recognize the stop sequence. Okay, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മളുടെ ആ സിഗ്മ ഫാക്ടർ ഇങ്ങനെ ക്യാരി ചെയ്ത് പോയി ഒരു പർട്ടിക്കുലർ പോർഷനിൽ എത്തുമ്പോൾ, അത് ടെർമിനേഷൻ റീജിയനിൽ എത്തുമ്പോൾ RNA പോളിമറേസിൽ നിന്ന് ആര് വേർതിരിഞ്ഞു പോരും?
നമ്മളുടെ സിഗ്മ ഫാക്ടർ വേർതിരിഞ്ഞ് പോരും. പക്ഷേ അവിടെ ആരുണ്ട്? RNA പോളിമറേസിൻ്റെ അടുത്ത് റോ ഫാക്ടർ ഉണ്ട്. ആ റോ ഫാക്ടറാണ് ടെർമിനേറ്റർ പോർഷനെ തിരിച്ചറിയുക. ഈ സിഗ്മ ഫാക്ടർ വീണ്ടും എങ്ങോട്ട് പോകും? സിഗ്മ ഫാക്ടർ വീണ്ടും പോകും. എന്തിനു വേണ്ടിയിട്ട്? അടുത്ത മെറ്റീരിയലിനെ പ്രോസസ്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണ്ടേ. അടുത്തൊരു ഇനീഷ്യേഷൻ പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് ആര് പോകും? നമ്മളുടെ സിഗ്മ ഫാക്ടർ പോകും. അപ്പോൾ ഇനീഷ്യേഷൻ ഫാക്ടറാണ് സിഗ്മ ഫാക്ടർ എന്ന് പറയുന്നത്. നമ്മുടെ സിഗ്മ ഫാക്ടർ എന്ന് പറയുന്നത് ഇനീഷ്യേഷൻ ഫാക്ടറും, അതുപോലെ തന്നെ റോ, നമ്മുടെ ആ സിമ്പിൾ നോക്കുക, റോ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ടെർമിനേഷനുള്ള ഫാക്ടറാണ് എന്ത്? റോ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ പ്രോകാരിയോട്ടിക്സിന്റെ കേസിൽ പ്രത്യേകിച്ച് മോഡിഫിക്കേഷൻ ഒന്നും വേണ്ട. അങ്ങനെ കിട്ടുന്ന RNA തന്നെയാണ് അവർ ട്രാൻസ്ലേഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായിരുന്നു? 3 സ്റ്റെപ്പ്: ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. ഇവിടെ എന്തുകൊണ്ടും RNA പോളിമറേസ് സിഗ്മ ഫാക്ടറിന്റെ സഹായത്തോടെയാണ് അവിടെ ബൈൻഡ് ചെയ്തിട്ട് അത് മൂവ് ചെയ്തു. അങ്ങനെ മൂവ് ചെയ്യുന്നതനുസരിച്ച് RNA ഫോം ചെയ്തു. എവിടെയാണോ ടെർമിനേഷനിൽ റോ ഫാക്ടർ അനലൈസ് ചെയ്ത് അവിടെ വെച്ചിട്ട് ആ പ്രോസസ്സ് അവിടെ നിന്നു. ഓക്കെ, അപ്പോൾ RNA അതിൽ നിന്നും എന്തായി? സെപ്പറേറ്റഡ് ആയി. വീണ്ടും നമ്മൾ സിഗ്മ ഫാക്ടർ അടുത്ത ആളെടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഇതാണ് നമ്മളുടെ RNA, നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ എവിടെ നടക്കുന്നത്? ബാക്ടീരിയയുടെ കേസിൽ നടക്കുന്ന ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ യൂകാരിയോട്ടിക്സിൻ്റെ കേസിൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ് എന്ത് പറയുന്നത്? ഈ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ കേസിൽ 3 സ്റ്റെപ്പ് തന്നെ ഏതൊക്കെയാണ്? ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. നമ്മുടെ കേസിൽ ഈ RNA പോളിമറേസ് ഒന്ന് അറ്റാച്ച് ചെയ്യുന്ന പ്രൊമോട്ടർ റീജിയനിൽ കാണുന്ന ഒരു സീക്വൻസ് എന്ന് പറയുന്നത് ടാറ്റ ബോക്സ്, TATA. അപ്പോൾ അവിടെ എന്താ കാണുക? തൈമിൻ, അഡിനിൻ. ആ ഒരു പർട്ടിക്കുലർ ഏരിയ വരുമ്പോൾ അവിടെയാണ് എന്ത് ചെയ്യുന്നത്? ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ RNA പോളിമറേസ് അവിടെ ബൈൻഡ് ചെയ്തിട്ട് RNA പോളിമറേസ് ഇങ്ങനെ മൂവ് ചെയ്യണം അല്ലേ? ഇങ്ങനെ മൂവ് ചെയ്തിട്ട് എപ്പോഴാണോ സ്റ്റോപ്പ് സീക്വൻസ് കിട്ടുന്നത് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും? ആ പ്രോസസ്സ് അവിടെ സ്റ്റോപ്പ് ആവും. എവിടെ വെച്ചിട്ടാണോ ആ സ്റ്റോപ്പ് സീക്വൻസ് കിട്ടുന്നത് അവിടെ വെച്ച് എന്ത് ചെയ്യും? ആ പ്രോസസ്സ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ആവും. ഓക്കെ, പക്ഷെ നമുക്ക് കിട്ടുന്നത് ബാക്കി എല്ലാം സെയിം ആണ്. ഇവിടെ സിഗ്മി റോയൊന്നും ഇല്ല, പകരം ടാറ്റ ബോക്സ്, പിന്നെ നമ്മളുടെ ഇനീഷ്യേഷൻ, എലോങ്ങേഷൻ, ടെർമിനേഷൻ ഒക്കെ ഈക്വൽ തന്നെയാണ്. എവിടെയാണ് സ്റ്റോപ്പ് സിഗ്നൽസ് കിട്ടുന്നത് അവിടെ വെച്ച് എന്താ ചെയ്യുക? പ്രോസസ്സ് അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ വെച്ചിട്ട് ആ പ്രോസസ്സ് നിന്നു. അതെവിടെയാണോ അത് കിട്ടുന്നതെങ്കിൽ. പക്ഷെ നമ്മുടെ കേസിൽ അതായത് നമ്മുടെ കേസിൽ എന്ന് ഉദ്ദേശിക്കുന്നത് യൂകാരിയോട്ടിക്സിന്റെ കേസിൽ ആ കിട്ടുന്ന RNA നിന്ന് ട്രാൻസ്ലേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ അത് നല്ല ബുക്ക് പോലെ തോന്നണമെങ്കിൽ എന്താണ്? നമുക്ക് അതിന്റെ പുറം ചേട്ട അല്ലെ, 2 ഭാഗത്ത് കവറിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ല ബുക്കായിട്ട് തോന്നുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ RNAയുടെ കാര്യം. അത് ഇതിന്റെ വേറെ കുറെ പേജുകളാണെങ്കിൽ ആ RNA എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിനൊരു ക്യാപ്പിംഗ്, അതായത് നമ്മളുടെ ഈ RNA നമുക്ക് കിട്ടിയ RNAയുടെ 5' എൻഡിലെ ക്യാപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ 3' എൻഡിൽ എന്ത് ചെയ്യുക? ടെയിലിങ്, അതായത് ടെയിൽ ആഡ് ചെയ്യുക. 5' എൻഡും 3' എൻഡും. അപ്പോൾ ക്യാപ്പിംഗ് സഹായിക്കുന്നത് മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞ മെറ്റീരിയലിന്റെ സഹായത്തോടെയാണ് ക്യാപ്പിംഗ് നടക്കുന്നത്. ഇനി ടെയിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പോളി അഡിനിലേഷൻ. 200 മുതൽ 300 എണ്ണം വരെ അഡിനിൻ മെറ്റീരിയൽ ഇല്ലേ അതിൻ്റെ. അപ്പോൾ അഡിനിലേഷൻ എന്ന് പറഞ്ഞാൽ അഡിനിലേറ്റ് ചെയ്യുക. 200 മുതൽ 300 വരെ പോളി അഡിനിലേഷൻ. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ കുറേ സീക്വൻസ് വരും. ഓക്കെ, അപ്പോൾ ക്യാപ്പിംഗ് നടക്കണം, ടെയിലിംഗ് നടക്കണം. അടുത്താണ് എന്ത്? സ്പ്ലൈസിങ് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് നമ്മുടെ DNA നിന്ന് RNA ഫോം ചെയ്ത് ആ RNA നല്ല മെച്യൂർ ഫോമിലായിരിക്കില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റിയെടുക്കുകയാണ്. അങ്ങനെ മാറ്റിയെടുക്കുമ്പോൾ അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം? ക്യാപ്പ് ഇടണം, ടെയിൽ ഇടണം, പിന്നെ സ്പ്ലൈസിങ്. ക്യാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഉപയോഗിച്ച് നമ്മൾ ക്യാപ്പിംഗ് ചെയ്യുന്നത്. ടെയിലിംഗ് ചെയ്യുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ്? അഡിനിലേറ്റ് പോളി അഡിനിലേഷൻ ഉപയോഗിച്ചിട്ടാണ്. പോളി അഡിനിലേഷൻ ഒരു 200 മുതൽ 300 വരെയുള്ള എന്താണ് അഡിനിൻ ഗ്രൂപ്പ് ബേസ് ഉപയോഗിച്ചിട്ട്. പിന്നെ എന്ത് വേണം? സ്പ്ലൈസിങ് കൊണ്ട് നടക്കണം. സ്പ്ലൈസിങ് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു RNA നോക്കൂ. നമുക്ക് ഇത് നമ്മുടെ ഒരു DNA ആണ്. ആ പ്രൊമോട്ടറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ DNAയിൽ കുറേ എക്സോൺസ് ഇൻട്രോൺസ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ? അങ്ങനെ കിട്ടിയ ഒരു RNA ആണ്. അപ്പോൾ ഇതിൽ എന്താണ്? എക്സോൺ എന്ന് പറഞ്ഞതാണ് കോഡിംഗ് സീക്വൻസ്, ഇൻട്രോൺ എന്ന് പറഞ്ഞത് എന്താണ്? നോൺ കോഡിംഗ് സീക്വൻസ് ആണ്. നമുക്ക് ഈ നോൺ കോഡിംഗ് സീക്വൻസ് കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല, അതിൽ നിന്നൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ എന്താണ്? ഇതിലെ ഈ എക്സോൺ പോർഷനുകളെ മാത്രം കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ദ പ്രോസസ് നോൺ ആസ് സ്പ്ലൈസിങ്. അപ്പോൾ നമുക്ക് കിട്ടിയ mRNA നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻട്രോൺ പോർഷൻസിനെ കട്ട് ചെയ്തെടുക്കുന്നു. ആ പ്രോസസ്സിന് പറഞ്ഞ പേരാണ് എന്ത്? സ്പ്ലൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള കോഡിംഗ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഒരു RNA കിട്ടും. ആ RNA ആണ് എന്ത് ചെയ്യുക? ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പ്രോട്ടീനായിട്ട് മാറുക. ക്ലിയർ ആയോ? അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞെങ്കിൽ 3 സ്റ്റെപ്പ് ഉണ്ട്. ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. ബാക്ടീരിയയുടെ കേസിലുണ്ടെങ്കിൽ സിഗ്മ ഫാക്ടർ, റോ ഫാക്ടർ. നമ്മളുടെ കേസിലാണെങ്കിൽ ടാറ്റ ബോക്സ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മളുടെ ആ പ്രൊമോട്ടർ റീജിയൻ, പിന്നെ അതുപോലെ തന്നെ ടെർമിനേഷൻ റീജിയൻ. പിന്നെ അവിടെ നമ്മൾ എന്ത് പറഞ്ഞു? ക്യാപ്പിംഗ്, ടെയിലിംഗ്, സ്പ്ലൈസിങ്, എക്സോൺസ്, ഇൻട്രോൺസ്, ഓക്കെ, സിസ്ട്രോൺ.
ഇത്രയും ടേമുകളാണ് നമ്മളുടെ കാര്യത്തിൽ നമുക്കൊന്നുകൂടി കൂട്ടിച്ചേർക്കാനായിട്ട് ഉള്ളത്. ഇനി ജനറ്റിക് കോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ജനറ്റിക് കോഡ് ഞാൻ പറഞ്ഞു സ്റ്റോപ്പ് കോഡോൺസുകൾ വരുന്നതാണ് അല്ലേ. അപ്പോൾ ഈ സ്റ്റോപ്പ് കോഡോൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സ്റ്റോപ്പ് കോഡോൺ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ജനറ്റിക് കോഡോൺ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, നമുക്ക് DNA ആണെങ്കിൽ നൈട്രജൻ ബേസസ് ഏതൊക്കെയുണ്ട്? അഡെനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ അല്ലേ. ഇവരെപ്പോഴും 3 എണ്ണമായിട്ടാണ്, അതായത് ട്രിപ്ലറ്റ് രൂപത്തിലാണ് കോഡോൺസ് എപ്പോഴും കാണുക. അങ്ങനെ നമ്മൾ 4 ബേസ് പേസ് അല്ല നമുക്കുള്ളത്. അപ്പോൾ 4 4 3 അല്ലേ. അപ്പോൾ നമുക്ക് എത്ര 64 കോഡോൺസ് കിട്ടും. അതിലെ 3 കോഡോൺ എന്ന് പറയുന്നത് സ്റ്റോപ്പ് കോഡോണാണ്. ഞാനൊരു ഫിഗർ കാണിച്ചാൽ നമുക്ക് ക്ലിയർ ആവും. അപ്പോൾ 3 കോഡോൺ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോപ്പ് കോഡോൺസ് ആണ്. ആ സ്റ്റോപ്പ് കോഡോൺ എത്തുമ്പോഴാണ് നമ്മുടെ പ്രോസസ്സ്, നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ എന്നുള്ള പ്രോസസ്സ് അവിടെ സ്റ്റോപ്പ് ആവുന്നത്. അപ്പോൾ ഒരു ജനറ്റിക് കോഡിന്റെ ഫീച്ചർ എന്ന് പറഞ്ഞെങ്കിൽ ഈ ജനറ്റിക് കോഡ് എവിടെ പോയാലും, നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും അതെങ്ങനെയാണ്? ട്രിപ്ലറ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, നമ്മളിവിടെ ഒരു ജനറ്റിക് കോഡ്, വേറെ സ്ഥലത്ത് ജനറ്റിക് കോഡ് അങ്ങനെയല്ല. ജനറ്റിക് കോഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? എപ്പോഴും ട്രിപ്ലറ്റ് ഫോമിലാണ് ഉണ്ടാവുക, യൂണിവേഴ്സലാണ്, അത് സ്പെസിഫിക് ആണ്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ എന്താ പറയുക, അൺആംബിഗസ് ആണ് ജനറ്റിക് കോഡ് എന്ന് പറയുന്നത്. ജനറ്റിക് കോഡ് ഈസ് അൺആംബിഗസ്. 1 കോഡോൺ ഓൺലി. ഒരു കോഡോൺ എന്ന് പറയുന്നത് എപ്പോഴും ഒരു അമിനോ ആസിഡ് മാത്രമേ ഡിനോട്ട് ചെയ്യുള്ളൂ. ഒരു കോഡോൺ എന്ന് പറയുന്നത് എപ്പോഴും ഒരു അമിനോ ആസിഡ് മാത്രമേ ഡിനോട്ട് ചെയ്യുള്ളൂ. ഇനി അത് യൂണിവേഴ്സലാണ്, സ്പെസിഫിക് ആണ്. പിന്നെ സ്റ്റാർട്ട് കോഡോൺ എന്ന് പറയുന്നതാണ് നമ്മളുടെ ഈ AUG എന്ന് പറയുന്നത്. AUG അറ്റ് എ ടൈം സ്റ്റാർട്ട് കോഡോണും കൂടിയാണ്. മാത്രമല്ല അത് ഡിനോട്ട് ചെയ്യുന്നത് മെത്തിയോണിനെയാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ സാലൈൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ട്രിപ്ലറ്റ് ആണ്, അൺആംബിഗസ് ആണ്, 1 കോഡോൺ കോഡഡ് ആൻഡ് അമിനോ ആസിഡ്, യൂണിവേഴ്സലാണ്, സ്പെസിഫിക് ആണ്. AUG എന്ന് പറയുന്നത് സ്റ്റാർട്ട് കോഡോടാണ്. AUG എന്ന് പറയുന്നത് സ്റ്റാർട്ട് കോഡൺ മാത്രമല്ല, പിന്നെ അത് എന്തും കൂടിയാണെന്ന് പറഞ്ഞു, നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ്, അത് ട്രാൻസ്ലേഷൻ പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഡ്യുവൽ ഫംഗ്ഷനാണ് ആർക്കുള്ളത്. ഒരു ഇനീഷ്യേഷൻ കോഡോണും കൂടിയാണ് നമ്മളുടെ ഈ AUG എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ കോഡോണുകളിൽ ഏതെങ്കിലും ഒരു കോഡോണിൽ ചേഞ്ച് വരികയാണെങ്കിൽ, നമ്മൾ പഠിച്ചിരുന്ന സിക്കിൾസ് അനീമിയ എന്ന് പറയുന്നത് അല്ലേ, ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം അവിടെ ആര് വരും? GUGക്ക് പകരം GAG വരിക അല്ലേ. ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം അവിടെ വാലിൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തിന് കാരണമാണ്? സിക്കിൾസ് അനീമിയക്ക് കാരണമാണ്. അപ്പോൾ ജനറ്റിക് കോഡുകളിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു ദ ജനറ്റിക് ഡിസോർഡേഴ്സ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ജനറ്റിക് കോഡോൺ എന്ന് പറയുന്നത്. ഇപ്പം നോക്കി നോക്കൂ, ഇതിന് PHE LEU എന്നൊക്കെ എഴുതിക്കുന്നത് എന്താണ്? ഇതൊക്കെ എന്താണ്? അതിൻ്റെ ഇത് എന്താണ്? നമ്മളുടെ അമീനോ ആസിഡ്സുകളാണ്. അപ്പോൾ 64 കോഡോൺസ് ഫോം ചെയ്യാവുന്നത്. ഇതൊന്നുകൂടി ക്ലിയർ ആയിരിക്കും നിങ്ങൾക്ക്. ഇത് നോക്കി നോക്കൂ. ഇപ്പം നോക്കി നോക്കുക, ഇതിലെ ഒരു ഫസ്റ്റ് ലെറ്റർ നമ്മൾ നോക്കി നോക്ക്. യു എന്ന് പറയുന്നത് എന്താണ്? ഫിനൈൽ അലൈൻ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ യു എന്ന് പറയുന്നത് ഫിനൈൽ അലൈൻ മാത്രമേ ഡിനോട്ട് ചെയ്യുള്ളൂ, അല്ലാണ്ട് വേറൊരു മെറ്റീരിയൽ അതിൽ നിന്ന് ഉണ്ടാവില്ല. ഓക്കെ, പക്ഷേ UC എന്ന് പറയുന്നത് തന്നെയാണ് ഫിനൈൽ അലൈനാണ്. ഞാൻ പറഞ്ഞത് ഒരു കോഡോൺ എന്ന് പറയുന്നത് ഒരു അമിനോ ആസിഡ് ഡിനോട്ട് ചെയ്യുള്ളൂ. പക്ഷെ ഒരു അമിനോ ആസിഡ് ഡിനോട്ട് ചെയ്യാൻ ഒരുപാട് കോഡോൺസ് ഉണ്ടാവാം. നോക്കിയേ, സിറൈൻ ഡിനോട്ട് ചെയ്യാൻ UCU, UCC, UCA, UCG. ഓക്കെ, പക്ഷേ സിറൈന് മാത്രം ഡിനോട്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഒരു കോഡോൺ എന്ന് പറയുന്നത്, ഇനി ഈ യു എന്ന് പറഞ്ഞ സിറൈനെ ഡിനോട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്തുമാത്രം ഡിനോട്ട് ചെയ്യുന്നുള്ളൂ? ഫിനൈൽ അലൈന് മാത്രം. അപ്പോൾ ഈ ഒരു കോഡോൺ എന്ന് പറയുന്നത് ഒരു അമിനോ ആസിഡ് ഡിനോട്ട് ചെയ്യുള്ളൂ. പക്ഷെ ഒരു അമിനോ ആസിഡ് ഡിനോട്ട് ചെയ്യാൻ ഒന്നിലധികം എന്തുണ്ടാവാം? കോഡോൺസുകൾ ഉണ്ടാവാം. ക്ലിയർ? അതിലെ ഈ UAA, UAG, UGA ഈ 3 എന്താണ്? സ്റ്റോപ്പ് കോഡോൺസ് ആണ്. ഏതൊക്കെയാണ്? UAA, UAG, അതുപോലെ തന്നെ UGA. ഈ 3 എന്ത്? സ്റ്റോപ്പ് കോഡോൺസ് എന്ന് പറയുന്നത്. നമ്മളെ ഇനീഷ്യേഷൻ കോഡോൺ എന്ന് പറയുന്നതാണ് AUG, മെത്തിയോണിൻ. അതെന്താണ്? ഇനീഷ്യേഷൻ കോഡോൺ. അങ്ങനെ 64 കോഡോൺസ് ഉണ്ട്. അതിൽ 61 കോഡോൺസ് ആണ് ആക്റ്റീവ് കോഡോൺസ്. 3 എന്താണ്? സ്റ്റോപ്പ് കോഡോൺസും ആണ്. അതായത് അത് ഒന്നിനെയും ഒരു അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യുന്നില്ല. 61 മാത്രമേ അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യുന്നുള്ളൂ. സോ ദിസ് ഈസ് അബൌട്ട് ജനറ്റിക് കോഡ്. ഐ ഹോപ്പ് all you can understand this point. Thank you.